വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനമുന്നേറ്റ യാത്രയിൽ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് കളമശ്ശേരിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച അതിഗംഭീരമായ വാഹന റാലിയിൽ ഐതിഹാസികമായി നേതൃത്വം നൽകിയ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ആ ജാഥയിൽ പങ്കാളിത്തം വഹിച്ച എൻ്റെ ആത്മമിത്രങ്ങൾക്കും 1000 അഭിവാദ്യങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ കൊച്ചി നഗരിയെ, ഈ മെട്രോ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ജനമുന്നേറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരു ജാഥയായിരുന്നു നാം കണ്ടത്. അഥവാ തോളോട് തോള് ചേർന്ന് നിന്ന് നേതൃത്വം നൽകുന്ന ഒരാൾക്കൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായാൽ ചരിത്രം നമുക്ക് വേണ്ടി വഴിമാറുമെന്ന് ഈ ജാഥ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നെടുനായകത്വം വഹിക്കുന്ന ഈ മഹത്തായ ജനമുന്നേറ്റ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അഥവാ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന സംഘപരിവാറിൻ്റെ കരിങ്കൽ കോട്ടയിൽ അന്യായമായി പാർപ്പിച്ചിരിക്കുന്നവരെ തുറന്നുവിടണമെന്നാണ് ഈ ജനമുന്നേറ്റ യാത്ര ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഫെഡറലിസം കാത്തുസൂക്ഷിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഭരണാധികാരികളോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ അപകടകരമായ കർഷക ബില്ലുകൾ പുനഃപരിശോധിക്കണമെന്നും അപകടം പറ്റിയ കർഷക ബില്ലുകൾ പിൻവലിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തോടും ജനങ്ങളോടും ഭരണാധികാരികളോടും ആവശ്യപ്പെടുന്നു. അഥവാ ജനവിരുദ്ധമായ നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത തരത്തിലുള്ള ഒരു ഭീകര സ്വത്വമായി ഇന്ത്യയിൽ ഫാസിസം കടന്നു വരുമ്പോൾ അരുത് എന്ന് പറയാൻ ഉത്തരവാദിത്വപ്പെട്ട പബ്ലിക് അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭരണകൂടത്തെ. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നാണ്. ഈ രാജ്യത്ത് ബനിയ സമുദായം മുതൽ അടിസ്ഥാന ജനവിഭാഗം വരെ രാജ്യത്തിൻ്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്, അടിസ്ഥാന വിഭാഗത്തിന് അറിയേണ്ടതുണ്ട്. ആ കണക്ക് ഗവൺമെൻറ് പൊതുസമൂഹത്തിൽ നടപ്പിലാക്കണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പബ്ലിക് ഡോക്യുമെൻ്റായി പുറത്തിറക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ, ആ നിയമങ്ങൾ പിൻവലിക്കണം. ടാടയും പോട്ടയും ശേഷം അൺലോഫുൾ ആർട്ടിഫിഷ്യൽ പ്രിവെൻഷൻ ആക്ട് എന്ന് പറയപ്പെടുന്ന UAPA നിയമങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ലക്ഷോപലക്ഷം ആളുകളെ രാജ്യത്തിൻ്റെ കാരാഗൃഹങ്ങൾ അടച്ചിരിക്കുന്നു. ആ നിയമങ്ങൾ അല്ലെങ്കിൽ ഭീകര നിയമങ്ങൾ പിൻവലിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത്. ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ജനമുന്നേറ്റ യാത്രയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവും വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ശമ്പളം ലഭിക്കാനുള്ള അവകാശവും ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് തൊഴിലാളി നിയമങ്ങളെ അബദ്ധജടിലമായ ചില കോമയും കുത്തുമിട്ടുകൊണ്ട് ജിയോ കമ്പനികൾക്കും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പുകൾക്കും തീരെഴുതി കൊടുക്കുന്ന തൊഴിൽ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഭരണാധികാരികളോടും ഈ രാജ്യ ജനങ്ങളോടും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നിയമങ്ങൾ പുനഃപരിശോധിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം, ജനാധിപത്യം കാത്തു സൂക്ഷിക്കണം, മതനിരപേക്ഷത തിരിച്ചു കൊണ്ടുവരണം, ആവശ്യമുള്ളത് ഭക്ഷിക്കാനും ആവശ്യമുള്ളത് ധരിക്കാനും ആവശ്യമുള്ള
അവരുടെ ഭാഷ സംസാരിക്കാനും എനിക്ക് അവകാശമുണ്ട് എന്ന് വരും തലമുറക്ക് അവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ജനാധിപത്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്തിന് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിലും ഒരുപക്ഷെ ജുഡീഷ്യറിയിൽ പോലും സംഘപരിവാറിന്റെ കാവിയുടെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുത് കാട്ടാള എന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ RSSന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാൻ കരുത്തുള്ള പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആകാശ ഭൂമികൾക്കിടയിൽ നിരന്തരം പൊതുപ്രവർത്തനം നടത്തി ജനസമക്ഷമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സായം സന്ധ്യയിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.